ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അവിടെ മഴയുണ്ടോ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോകുന്നത് കരുനാഗപ്പള്ളിക്കാണ്. പ്രവീൺജേൻ്റെ അമ്മയുടെ ആണ്ടാണ്, 3ാമത്തെ ആണ്ടാണ്. അപ്പോൾ 1-ാം തീയതിയാണ് ആണ്ട്. അപ്പം നാൾ വെച്ച് നോക്കുമ്പോൾ 29-ാം തീയതിയാണ് നടത്തുന്നത്. അങ്ങനെ നമ്മൾ നേരെ മുണ്ടക്കിലോട്ട് പോവാണേ. അച്ഛൻ വരുന്നില്ല, അമ്മ മാത്രമേ നമ്മുടെ കൂടെ വരുന്നുള്ളൂ. അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് പോകാനായിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കാക്കത്തോപ്പുഴയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ മഴക്കോളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ, ആകാശം കാണാനും കടൽ കാണാനും എല്ലാം. അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യൂസൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഫോട്ടോ ആയിട്ട് പകർത്തിയിട്ടുണ്ട്. ശ്രീമോൻ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇരിക്കുവാണ്. അപ്പം ഭയങ്കര മഴയാണ്, നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ പോയ ദിവസം വലിയ മഴയില്ലായിരുന്നു, പക്ഷേ ഇന്ന് നല്ല മഴയാണ് കേട്ടോ. രാവിലെ തൊട്ടേ നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകാനും ട്യൂഷന് പോകാനും ഒക്കെ അച്ഛനും മോനും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാശിയെ ഞാൻ വിട്ടതുമില്ല. കാശിയെ ഞാൻ പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണ്ടേ, അപ്പം മഴ നനഞ്ഞ് വരണ്ടല്ലോ എന്നും കരുതി വിട്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ നേരെ മുണ്ടക്കിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ നേരത്തെ റെഡി ആയതുകൊണ്ട് അമ്മ നേരെ കൊണ്ടേത്ത് അമ്പലത്തിലോട്ട് അങ്ങ് പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏട്ടൻ വണ്ടി നിർത്തി കൊണ്ടുവരാനുള്ള സാധനങ്ങളെല്ലാം പറക്കി വെച്ച്. അപ്പോഴത്തേക്ക് അച്ഛൻ കുറച്ച് മുട്ടായിയൊക്കെ പറക്കിക്കൊണ്ട് വന്നതാണ് ശ്രീമോനും കാശിക്കും കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ മുട്ടായിയൊക്കെ കൈ പിടിച്ചുകൊണ്ടിരിക്കുവാണ് ശ്രീമോന്. അപ്പോൾ അത്രയും മുട്ടായി കണ്ടതിൻ്റെ സന്തോഷമാണ്. കാശിയും ബാക്കിലിരുന്ന് മുട്ടായി തിന്നുന്നുണ്ട്. അപ്പോൾ അമ്മയെ വിളിക്കാനെ കൊണ്ട് നമ്മൾ ആദ്യം വണ്ടി വെളിയിലാണ് നിർത്തിയത്. അത് കഴിഞ്ഞ് പേട്ടൻ പറഞ്ഞ് തൊഴാൻ കയറിയിട്ടേ കാണത്തുള്ളൂ, എങ്കിൽ അവരും കൂടെ തൊഴുതിട്ട് വരാമെന്നും പറഞ്ഞ് നമ്മൾ അകത്തോട്ട് വണ്ടി കയറ്റി നിർത്തിയിട്ട് കാശി ആദ്യം അമ്മയെ വിളിക്കാനായിട്ട് പോയി. അതിൻ്റെ പുറകെ അച്ഛനും മോനും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ കയറിയില്ല, ഞാൻ അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ പിന്നെ അകത്ത് പോയി എല്ലാവരും തൊഴുതിട്ട് വരുന്ന വരവാണ്. അമ്മ നേരത്തെ എങ്കിൽ തൊഴുതിട്ട് ഇറങ്ങി. ഏട്ടനും ശ്രീമോനും അകത്തുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷമാണ് കാശി അറിയുന്നത് അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയെന്നുള്ള കാര്യമേ, അകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ പിന്നെ കാശി വീണ്ടും അവരെ വിളിക്കാനായിട്ട് അകത്തോട്ട് പോയി. അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങി വരുവാണ്. ശ്രീമോനെ ഇങ്ങനെ അങ്ങ് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ചന്ദനമൊക്കെ തൊട്ടെന്ന് എൻ്റെ അടുത്ത് കാണിക്കുവാണ്. അപ്പോൾ ഞാനും ചന്ദനമൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കാശിയല്ല ശ്രീമോൻ കണ്ണാടിയിൽ കൂടെ കണ്ടതിൻ്റെ ഇതാണ്. അപ്പം പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ചേച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നതിൻ്റെയൊക്കെ സന്തോഷമാണ്. പിന്നെ അമ്മയുടെ ഈ ചിപ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ആ വഴി കയറിയപ്പോൾ തൊട്ടേ ഭയങ്കര തുള്ളിച്ചാട്ടമായിരുന്നു. ഇപ്പോൾ വീടെത്താറായപ്പോഴത്തേക്ക് കൈ ചൂണ്ടി കാണിക്കുകയും അവിടെ പൊടിച്ചേച്ചിയുടെ വീടാന്നൊക്കെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവൻ അറിവായതുകൊണ്ട് അവന് വഴികളും വീടുകളും ഒക്കെ നന്നായിട്ട് അറിയാമേ. അപ്പം പിള്ളേർ വണ്ടി വന്ന് കണ്ടിട്ട് ഓടി, കുഞ്ഞിക്കിളിയും ലച്ചും പൊടിവാവയും കൂടെ ഓടി വന്നിട്ടുണ്ടായിരുന്നു. പ്രവീൺ ചേട്ടനൊക്കെ ബലിയിട്ടിട്ട് വന്നിട്ടില്ല കേട്ടോ. മായച്ചേച്ചിയൊക്കെ തിരുമുല്ലവാരത്തോട്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ പൊടിവാവെ ഹായ് ഒക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ശ്രീമോനാണെങ്കിൽ ലച്ചുൻ്റെ ചാടി അങ്ങ് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പം വീട് പണി ഇവിടെ നടക്കുവാണ്. അപ്പം ഞാൻ ചോദിച്ചാണ് ഇന്ന് ലീവ് ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ലീവൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അകത്തോട്ട് കയറ്റി. അങ്ങനെ പ്രവീൺചേട്ടൻ്റെ മാമിയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ വായനക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അകത്ത്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ അകത്തൊക്കെ നിന്നതിന് ശേഷം പിന്നെ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഏട്ടനും ശിവദാസേട്ടനും അവരുടെ പാപ്പനും എല്ലാവരും കൂടെ അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കാണുന്നതിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വായനയുടെ അവിടെ കേട്ടോ. ഞാൻ പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെയും കൊണ്ട് റൂമിൽ തന്നെ ഇരുന്നു. മഴയൊക്കെ ഉണ്ടായിരുന്നു. വെളിയിലിറങ്ങി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ ഇറങ്ങുകയും നനയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനും പൊടിവാവയും ലച്ചു എല്ലാവരും ഉണ്ടായിരുന്നു. പൊടിവാവ അവിടെ കണ്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രവീൺ ചേട്ടനും മായച്ചേച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവരും കൂടെ ചേർന്നിരുന്നാണ് വായിക്കുന്നവരുടെ അടുത്തിരിക്കുകയും പൂജ ചെയ്യുമ്പോൾ പൂ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുഡ് വന്നു. ഇനിയിപ്പോൾ ഫുഡ് നമ്മളാണെങ്കിൽ വിളക്കിൻ്റെ അവിടെ വിളമ്പിയതിന് ശേഷമാണ് എല്ലാവർക്കും വിളമ്പുന്നത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ വേറെ പാത്രം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇവിടെ ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രമേ വെളിയിൽ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം കെട്ടി മുകളിൽ വെച്ചേക്കുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ വേണ്ട, എടുക്കണ്ട, ഉള്ളതൊക്കെ വെച്ച് നമുക്ക് വിളമ്പാന്ന് പറഞ്ഞു. ആദ്യം അമ്മയ്ക്ക് വിളമ്പുവാണേ വിളക്കിൻ്റെ മുന്നിൽ. അപ്പോൾ മക്കൾ രണ്ടും കൂടാണ് വിളമ്പുന്നത്, മായച്ചേച്ചിയും പ്രവീൺ ചേട്ടനും കൂടെ. അങ്ങനെ കറികളെല്ലാം വിളമ്പിയതിന് ശേഷം എല്ലാവർക്കും കഴിക്കാനുള്ള ഇലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും ഞങ്ങളും കൂടെ കറി വിളമ്പാനങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എടുത്ത വീഡിയോസ് എല്ലാം ലച്ചു ആയിരുന്നേ. അപ്പം ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇന്ന് വിളമ്പുന്നത് കണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് 2 അപ്പന്മാർ പറയുകയും ചെയ്തു, ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോയാലും പെണ്ണുങ്ങളാണ് വിളമ്പുന്നതെന്ന്. എന്താ പെണ്ണുങ്ങൾ വിളമ്പിയാൽ കുഴപ്പം, പെണ്ണുങ്ങൾ വിളമ്പാൻ പറ്റത്തില്ല. അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളമ്പണം, ആദ്യം പച്ചടി അവിടെ വിളമ്പണം, ഇവിടെ വിളമ്പണം, അവനെ എവിടെ വിളമ്പിയാലും ആ വായിലോട്ടല്ലേ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും നിന്ന് വിളമ്പി. ആദ്യം 2 പന്തി ഞങ്ങൾ വിളമ്പിയതിന് ശേഷം പിന്നെ ഞാൻ പിള്ളേരെയും കൊണ്ട് അകത്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനൊക്കെ കഴിക്കായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അവർക്കും എല്ലാം വിളമ്പിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം തന്നെ ശ്രീമോനും കാശിയും ലച്ചും എല്ലാവരും കയറി ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം കഴിച്ച് എല്ലാവരും ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മഴ ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നീണ്ടേറെ വിനിത ചേച്ചിയെ കാണാനും വല്യമ്മച്ചിയുടെ അടുത്തും പിന്നെ മാളി ചേച്ചിയെ കാണാനും കയറണം കേട്ടോ. അവർക്ക് മാളി
ചേച്ചിക്കും വിനിത ചേച്ചിക്കും ഓരോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുമായിരുന്നു. അപ്പം വിനിത ചേച്ചി കാണാൻ നമ്മൾ വന്നിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇപ്പം നമ്മളാണെങ്കിൽ കരുനാഗപ്പള്ളി പോയത് ആ വഴി വന്ന് വിനിത ചേച്ചിയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഇനിയിപ്പോൾ മാസാവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉടനെ ഒന്നിനും നടക്കത്തില്ല. അതുകൊണ്ട് വിനിത ചേച്ചിയെ കാണാനായിട്ട് വന്ന് കുറച്ച് സമയം അവിടെ ഇരുന്ന് കാര്യം പറഞ്ഞ് സന്തോഷം അണ്ണന് ഓട്ടോ ഉണ്ടായിരുന്നു, എയർപോർട്ട് ഓട്ടോ ആയിരുന്നു. അങ്ങനെ അണ്ണൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ വലിയച്ഛനെ കാണാനും വലിയമ്മച്ചിയെ കാണാനായിട്ട് ഇപ്പുറത്ത് അവരുടെ വീട്ടിലോട്ട് വന്ന് അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ വണ്ടി കിടക്കുന്നിടത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ വണ്ടി വരുമെങ്കിലും നമ്മളിനിയും ഇപ്പം തന്നെ പോവുമല്ലേ, അതുകൊണ്ട് നമ്മൾ റോഡിൽ തന്നെ വണ്ടി ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ വിഷ്ണു വിനിത ചേച്ചിയൊക്കെ പറയുമായിരുന്നു, അയ്യോ നിങ്ങൾ ഞങ്ങളെ യൂട്യൂബിൽ പിടിച്ചോ, നിങ്ങൾ വീഡിയോ എടുത്തോ, ഞാൻ കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് വരുവാണ്. നേരെ നമ്മൾ മാളിച്ചേച്ചിയെ കാണാനാണ് വരുന്നത്. കഴിഞ്ഞൊരു ദിവസം നമ്മൾ മാളിച്ചേച്ചിയെ കാണാൻ വന്നപ്പോൾ ചേച്ചി ചെക്കപ്പിന് പോയതുകൊണ്ട് ചേച്ചിയെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ചേച്ചിയൊക്കെ കണ്ട് കുറേ നേരം അവിടെ ഇരുന്നും കാര്യം പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങനെ വീട്ടിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്കെല്ലാം മഴ പെയ്യുകയോ ഇടയ്ക്കെല്ലാം മഴ പെയ്യാതിരിക്കുകയൊക്കെ ഉള്ള അവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ മീൻ വാങ്ങിക്കണമെന്നൊക്കെ ഓർത്ത് പോയതായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ അവിടെ നമ്മൾ നേരെ വരുന്നത് നമ്മൾ മുണ്ടയ്ക്കിലോട്ടാണ്. അച്ഛൻ വന്നിട്ടും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ, എല്ലായിടും കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്ക്. അങ്ങനെ മുണ്ടയ്ക്ക് വന്ന് അമ്മയെ ലച്ചുവിനെ ഇറക്കിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.